നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലം അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ പൂരം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ ഉത്ര നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. ഉത്ര നക്ഷത്രക്കാർ സൂര്യദശയിലാണ് ജനനം. ആദിത്യദശ ആകെ 6 വർഷമാണ്. ഏകദേശം പകുതി എന്നുള്ള കണക്കിൽ 3 വർഷം ആദിത്യദശ ലഭിക്കുകയാണെങ്കിൽ ഉത്ര നക്ഷത്രക്കാർക്ക് അതിനുശേഷം വരുന്ന 10 വർഷം ചന്ദ്രദശ, അതായത് 13 വയസ്സ് വരെ ചന്ദ്രദശയും 20 വയസ്സ് വരെ ചൊവ്വാദശയും 38 വയസ്സ് വരെ രാഹുർദശയും 54 വയസ്സ് വരെ വ്യാഴദശയും 73 വയസ്സ് വരെ ശനിദശയുമാണ് ലഭിക്കുക. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചന്ദ്രദശയും ശനിദശയും രാഹുർദശയും അനുകൂല ദശാകാലങ്ങളാണ്. ജാതകത്തിൽ വ്യാഴം അനുകൂലമായിട്ടുള്ള ഉത്തര നക്ഷത്രക്കാരാണെങ്കിൽ വ്യാഴദശയും ഇവർക്ക് അനുകൂലമാകാം. മോശം ദശാകാലം പറഞ്ഞിട്ടുള്ളവർ ആ ദശാകാലമാണ് ഇപ്പൊ നടക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഗുണഫലങ്ങൾക്ക് അല്പം കുറവുണ്ടായേക്കാം. നല്ല ദശാകാലം പറയുന്നവർക്ക് ഗുണഫലത്തിൽ വർധനവും ഉണ്ടാകാം. നമുക്കിനി ഉത്തര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലത്തെ ഒന്ന് നോക്കാം. ഉത്തര നക്ഷത്രക്കാർക്ക് രാജയോഗപ്രദമായിട്ടുള്ള കാലഘട്ടമാണിത് എന്ന് പറയാം. എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വേഗത കൂടും. വേഗത കൂട്ടാനുള്ള മാർഗങ്ങളും ഉത്തര നക്ഷത്രക്കാർ തേടി കണ്ടുപിടിക്കും എന്ന് പറയാം. എന്നിരുന്നാലും തൊഴിൽപരമായിട്ട് അല്പം ഉയർച്ച താഴ്ചകളും ഉണ്ടായേക്കാം. ബിസിനസ്സുകാരൊക്കെ സ്വന്തം സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ബിസിനസ്സിൽ വരുത്തുന്നതാണ്. പുതിയ ബ്രാഞ്ചുകളൊക്കെ തുറക്കുകയോ പുതിയ മേഖലകളിലേക്ക് ബിസിനസ്സിനെ വിപുലീകരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. മെഡിക്കൽ രംഗത്തൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഈ കാലയളവിൽ വളരെ ഭംഗിയായിട്ട് അത് പൂർത്തീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മറ്റു മേഖലകളിലും ഒക്കെ ഗവേഷണം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഈ അനുകൂല ഫലത്തെ ലഭിക്കുന്നതാണ്. കായിക രംഗത്തും മത്സര പരീക്ഷകളിലും ഒക്കെ പങ്കെടുക്കുന്നവർ വിജയം കൈവരിക്കുന്നതാണ്. റിയാലിറ്റി ഷോകൾ എന്നിവകളിൽ പങ്കെടുക്കുന്നവർക്കും അനുകൂല സമയമാണ്. ഈ വർഷം ഉത്തര നക്ഷത്രക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. സ്ത്രീകളായിട്ടുള്ള ഉത്തര നക്ഷത്രക്കാർക്കും ഈ വർഷം വളരെ അനുകൂലമാണ്. അഭിനയം, കല, സംഗീതം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന വർഷമാണിത്. അർഹമായിട്ടുള്ള പാരിതോഷികങ്ങളും അവാർഡും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. കുട്ടികളായിട്ടുള്ള ഉത്തര നക്ഷത്രക്കാർക്കും അനുകൂല സമയമാണ്. മറ്റുള്ളവരിൽ നിന്ന് വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അങ്ങനെ വിജയത്തിലേക്ക് അവർക്ക് കുതിക്കാൻ സാധിക്കുന്ന വർഷമാണ് എന്നർത്ഥം. കൊല്ലവർഷം 1200ന്റെ സമ്പൂർണ്ണ ഫലമായി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള മറ്റ് നക്ഷത്രക്കാരുടെയും ഫലങ്ങളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.